Good morning, dear students. ഇന്ന് നമുക്ക് പീരിയോഡിക് ടേബിളിലെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ കുറിച്ച് പഠിക്കാം. അതായത് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 2 എലമെന്റ്സ് ആണ് ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം. ഇതിൽ ബെറിലിയം ഒഴികെയുള്ള മെറ്റൽസിനെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതായത് മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം ഇവയെ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇതിൽ മഗ്നീഷ്യവും കാൽഷ്യവുമാണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ട് എർത്ത് ക്രസ്റ്റിൽ കാണുന്നത്. ആൻഡ് ബേരിയം, റേഡിയം അതിന് ലോ അബണ്ടൻസ് ആണുള്ളത്. ഓക്കെ, ഇനി ഈ എലമെന്റ്സിൽ ബെറിലിയം, മഗ്നീഷ്യം ഒഴികെയുള്ള എലമെന്റ്സ് ഫ്ലെയിം ടെസ്റ്റ് ആൻസർ ചെയ്യുന്നുണ്ട്. ബെറിലിയം, മഗ്നീഷ്യം കളർലെസ് ആണ്. കാരണം എന്താണെന്ന് അറിയാമോ? അതായത് അതിന്റെ ഇലക്ട്രോൺ അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് വളരെ കൂടുതലായതിനാൽ അവ കളർലെസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. These two are colorless to the flame because of high ionization enthalpy. ഇനി കാൽഷ്യം നമ്മൾ ഫ്ലെയിമിൽ കാണിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഹാവിംഗ് എ ബ്രിക്ക് റെഡ് കളർ. സോ സ്ട്രോൺഷ്യം crimson red, barium shows an apple green color to the flame, and radium crimson color. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ആണിത്. ഫ്ലെയിമിൽ കാണിക്കുകയാണെങ്കിൽ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഡിഫറെന്റ് ആയിട്ട് കളേഴ്സ് തരും. അതിൽ ബെറിലിയം, മഗ്നീഷ്യം, ബെറിലിയം കളർ തരില്ല. മഗ്നീഷ്യം ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ പെട്ട മഗ്നീഷ്യമാണ് കളർ തരില്ലാത്തത്. ബിക്കോസ് ബെറിലിയം ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് റിയാക്ഷൻ വിത്ത് എയർ. Okay, so metal reacts with oxygen in air to form metal oxide, and the reaction can be initiated by heating. ചെറുതായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് ഓക്സിജനുമായിട്ട് മെറ്റലിനെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. അതിൽ നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം ഇതിൽ ബെറിലിയവും മഗ്നീഷ്യവും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. നോർമൽ ടെമ്പറേച്ചറിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഓക്കെ, പക്ഷേ ഈ ബെറിലിയം, മഗ്നീഷ്യം നമ്മൾ പൗഡേർഡ് ആക്കുകയാണെങ്കിൽ it can react with oxygen. For example, powdered beryllium reacts with air to form beryllium oxide. Again, it can react with nitrogen to form beryllium nitride also, Be3N2. ഇനി ബെറിലിയം ഓക്സൈഡിന്റെ പ്രത്യേകത ഇത് അംഫോട്ടറിക് ആണ്. അതായത് അതിന് ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യാനായിട്ട് പറ്റും. Similarly, magnesium powder also can react with oxygen to form magnesium oxide. ബാക്കിയുള്ള എല്ലാ മെറ്റൽസും കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം എക്സെട്ര റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം corresponding oxides and nitrides. Okay, so this is a reaction of alkaline earth metals with oxygen. Next, let's see the reactions with water. Okay, so beryllium, magnesium, calcium, strontium, barium, radium, all these members can react with water to form hydroxide. ഈ എലമെന്റ്സിനെല്ലാം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ പ്രത്യേകത ബെറിലിയം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന ബെറിലിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് BeOH12, it is amphoteric in nature.
ബാക്കി ഉള്ള എല്ലാ മെറ്റൽസിന്റെയും മെറ്റൽ ഹൈഡ്രോക്സൈഡ് ബേസിക് ആണ്. ഇനി കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഇതിന്റെ പ്രത്യേകതയുണ്ട്. അതായത് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയത്തിന് ഈവൻ ക്യാൻ റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ, തണുത്ത വെള്ളം കൊണ്ട് പോലും റിയാക്ട് ചെയ്ത് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് എ റിയാക്ഷൻ ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് വിത്ത് വാട്ടർ. ബെറിലിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന അംഫോട്ടറിക് ആണ്. ബാക്കിയുള്ള എല്ലാ ഹൈഡ്രോക്സൈഡ്സും ബേസിക് ആണ്. ഓക്കെ, ഇനി നമ്മൾ ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് മോർ ബേസിക്. Alkali metal hydroxides are more basic than alkaline earth metals. Okay, so alkali metal hydroxide ആണ് കൂടുതൽ ബേസിക് ആയിട്ടുള്ളത്. alkali metal hydroxide are more basic than alkaline earth metal hydroxide. Okay, so next let's see the reaction of alkaline earth metals with hydrogen. Okay, so beryllium ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നോ റിയാക്ഷൻ, ബെറിലിയം ഹൈഡ്രൈഡ് ഫോം ചെയ്യില്ല. ബാക്കിയുള്ള എല്ലാ മെറ്റൽസും, അതായത് മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം, ഇതിനെല്ലാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് മെറ്റൽ ഹൈഡ്രൈഡ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ബെറിലിയം മാത്രം ഹൈഡ്രൈഡ് ഫോം ചെയ്യത്തില്ല. ഇനി മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് Mgh2 കോവലന്റ് ആണ്. ബാക്കിയുള്ള എല്ലാ ഹൈഡ്രൈഡ്സും കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം ഇതിന്റെ എല്ലാ ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്നത് അയോണിക് ഇൻ നേച്ചർ. നിങ്ങളോട് ചോദിക്കാം വിച്ച് മെറ്റൽ ഹൈഡ്രൈഡ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഈസ് കോവലന്റ് ഇൻ നേച്ചർ. ഓക്കെ, അപ്പൊ നോക്കിയേ ഏതാണ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഡു നോട്ട് ഫോം ഹൈഡ്രൈഡ്. ഓക്കെ, നമുക്കറിയാം ബെറിലിയം ആണ്. ഹൈഡ്രജനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് ബെറിലിയം ഹൈഡ്രൈഡ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷെ നമുക്ക് വി ക്യാൻ സിന്തസൈസ് ബെറിലിയം ഹൈഡ്രൈഡ്. നോക്കിയാൽ ഹൈഡ്രജനുമായിട്ട് ഡയറക്റ്റ് റിയാക്ട് ചെയ്തിട്ടല്ല, അല്ലാതെ നമുക്ക് ബെറിലിയം ഹൈഡ്രൈഡ് സിന്തസൈസ് ചെയ്യാനുള്ള റിയാക്ഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ബെറിലിയം ക്ലോറൈഡ്. ബെറിലിയം ക്ലോറൈഡിൽ നിന്ന് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, ഇതൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. LiAlH4 എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വി ക്യാൻ സിന്തസൈസ് ബെറിലിയം ഹൈഡ്രൈഡ്. ഓക്കെ, അതായത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മെറ്റൽസിന് ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതിൽ ബെറിലിയം മാത്രം ഡയറക്റ്റ് ആയിട്ട് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ബെറിലിയം ഹൈഡ്രൈഡ് ഫോം ചെയ്യില്ല. ബാക്കിയുള്ള എല്ലാ മെറ്റൽസും ഓഫ് ദ സെക്കൻഡ് ഗ്രൂപ്പ് ക്യാൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ടു ഫോം മെറ്റൽ ഹൈഡ്രൈഡ്. അതിൽ മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് കോവലന്റ് ആണ്. ബാക്കിയുള്ള എല്ലാ മെറ്റൽ ഹൈഡ്രൈഡ്സും അയോണിക് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ലെറ്റ്സ് സീ ദ റിയാക്ഷൻ ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ വിത്ത് ഹാലജൻ. So alkaline earth metals react with halogen at high temperature to form halides. അതായത് ബെറിലിയം form beryllium halide, magnesium halide is formed from magnesium, CaX2 calcium halide. X can be the general formula of halogen. Okay, calcium, strontium halide, barium halide, etc. Like that, all the alkaline earth metals can form halide with halogen. അതിൽ ബെറിലിയം ഹാലൈഡ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ബെറിലിയം ഹാലൈഡ് എന്ന് പറയുന്നത് ചെയിൻ അല്ലെങ്കിൽ ബ്രിഡ്ജ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ബെറിലിയം ഹാലൈഡിന് ചെയിൻ അല്ലെങ്കിൽ ബ്രിഡ്ജ് സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് വൺ മോർ തിങ് ഇസ് ബെറിലിയം ഹാലൈഡ് എന്ന് പറയുന്നത് കോവലന്റ് ആണ്. ബാക്കിയുള്ള എല്ലാ മെറ്റൽ ഹാലൈഡ്സും അയോണിക് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കാം ഏത് ആൽക്കലൈൻ എർത്ത് മെറ്റലിന്റെ ഏത് ഹാലൈഡ് ആണ് കോവലന്റ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്
Beryllium halide is covalent in nature and all other alkaline earth metal halides are ionic in nature. ഇനി ബെറിലിയം ഹാലൈഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അത് ബ്രിഡ്ജ് സ്ട്രക്ചർ അല്ലെങ്കിൽ ചെയിൻ സ്ട്രക്ചർ ഫോം ചെയ്യും എന്നുള്ളത്. അതായത് ആ സ്ട്രക്ചറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ബി സി എൽ സി എൽ ബി സി എൽ സി എൽ ബി സി എൽ സി എൽ ഇങ്ങനൊരു ബ്രിഡ്ജ് സ്ട്രക്ചർ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ബെറിലിയത്തിനുണ്ട്. ഇതുപോലെ തന്നെ ബ്രിഡ്ജ് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന വേറൊരു എലമെന്റ് ആണ് അടുത്ത ഗ്രൂപ്പിൽപ്പെട്ട അലുമിനിയം. സോ നമ്മൾ ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ കണ്ടതുപോലെ തന്നെ ബെറിലിയത്തിന് അലുമിനിയവുമായിട്ട് ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ബെറിലിയം എന്ന് പറയുന്ന മെറ്റൽ ഈ ഗ്രൂപ്പിൽപ്പെട്ട ബെറിലിയത്തിന്റെ സെയിം ഗ്രൂപ്പിൽപ്പെട്ട മെറ്റൽസിനോടുള്ളതിനെ കഴിഞ്ഞും കൂടുതലായിട്ട് പ്രോപ്പർട്ടീസ് ഒരുപോലെ കാണിക്കുന്നത് അലുമിനിയമായിട്ടാണ്. So beryllium is having anomalous behavior and beryllium have diagonal relationship with aluminum. Okay. So beryllium പോലെ തന്നെ അലുമിനിയത്തിനും ഇതുപോലെ ബ്രിഡ്ജ് അല്ലെങ്കിൽ ചെയിൻ സ്ട്രക്ചർ ഫോം ചെയ്യാനായിട്ട് പറ്റും. വൺ മോർ റിയാക്ഷൻ ഈസ് നമ്മൾ പറഞ്ഞായിരുന്നു ആൽക്കലി മെറ്റൽസ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ബ്ലൂ കളർ സൊല്യൂഷൻ തരുമെന്നും. സിമിലർലി ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഓൾസോ ക്യാൻ റിയാക്ട് വിത്ത് അമോണിയ ടു ഫോം എ ബ്ലൂ കളർ സൊല്യൂഷൻ. This is also due to the formation of ammoniated electron. Okay. Next, why this beryllium shows anomalous behavior? ഇതിന്റെ കാരണങ്ങളാണ് നമ്മൾ കാണുന്നത്. ബെറിലിയം അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ബെറിലിയം is exceptionally small. ബാക്കിയുള്ള എലമെന്റ്സ് ഓഫ് ദ ഗ്രൂപ്പ് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സൈസ് ഒരുപാട് കുറവാണ്, ചെറുതാണ്. ഓക്കെ. And it has high electron affinity, high ionization enthalpy. It is having high ionization enthalpy and electronegativity എന്ന് പറയുന്നതും ഹൈ ആണ്, high electronegativity. ഇനി ബെറിലിയം മറ്റ് ആ ഗ്രൂപ്പിൽപ്പെട്ട ബാക്കി എലമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറിലിയത്തിന്റെ ഡി ഓർബിറ്റൽ എന്ന് പറയുന്നത് ബെറിലിയത്തിലില്ല. സോ ആബ്സെൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ. ബാക്കിയുള്ള എലമെന്റ്സിന്റെ എല്ലാം കേസിൽ മൂന്നാമത്തെ ഷെല്ലുണ്ട്, അതുകൊണ്ട് അതിൽ വേക്കന്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ അവൈലബിൾ ആണ്. സോ ബെറിലിയത്തിൽ അങ്ങനെ ഒരു വേക്കന്റ് ഡി ഓർബിറ്റൽ ഇല്ല എന്നുള്ളതും ബെറിലിയം അനോമലസ് ബിഹേവിയർ കാണിക്കാനുള്ള മറ്റൊരു കാരണമാണ്. ഇനി നമ്മൾ പറഞ്ഞു ബെറിലിയം ഹാസ് ഡയഗണൽ റിലേഷൻഷിപ്പ് വിത്ത് അലുമിനിയം. അടുത്ത ഗ്രൂപ്പ് മെമ്പർ ആയ ബെറിലിയത്തിന് ഡയഗണൽ പൊസിഷനിൽ കിടക്കുന്ന അലുമിനിയമായിട്ട് പ്രോപ്പർട്ടീസ് ഒരുപോലെ കാണിക്കാറുണ്ട്. അതിന്റെ കാരണങ്ങൾ ഒന്ന്, both are covalent. Both aluminum and beryllium are covalent. Both have high melting point. ഇനി മൂന്നാമത്തെ കാരണം both have bridge structure. ഇനി അലുമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ബെറിലിയം ഹാലൈഡിന്റെ സ്ട്രക്ചർ കണ്ടായിരുന്നു. PeCl2 എന്ന് പറയുന്നത് പോളിമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ. സോ ദീസ് ആർ ദ സിമിലാരിറ്റീസ് ഓഫ് ബെറിലിയം ആൻഡ് അലുമിനിയം. അവരുടെ ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഒരു 1-2 ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒരു ഫയർവർക്ക്, എ ഫയർവർക്ക് ഗേവ് ബ്രൈറ്റ് ക്രിംസൺ റെഡ് കളർ. സോ ഇറ്റ് probably contain the salt of dash. Options may be beryllium, calcium, strontium, barium. So crimson red color flame തരുന്ന alkaline earth metal ഏതാണ്? Okay, you know it is calcium. Okay, second question. The compound of alkaline earth metal which are amphoteric in nature. Alkaline earth metals ന്റെ ഏത് കോമ്പൗണ്ട് ആണ് amphoteric nature കാണിക്കുന്നത്? Option A beryllium oxide, option B magnesium oxide, option C calcium hydroxide, option D magnesium hydroxide. നമ്മൾ കണ്ടായിരുന്നു ബെറിലിയത്തിന്റെ ഓക്സൈഡ് ആണ് amphoteric nature കാണിക്കുന്നത്. Okay, so this is all about alkaline earth metals. Thank you. Try to do the exercise problems. Okay.